സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അനാർ ചെടീനെ കുറിച്ചിട്ടാണ്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള അനാർ ചെടി. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ ഒരു അനാർ ചെടി കണ്ടുവല്ലോ. ഞാൻ ഒരു അനാർ ഫ്രൂട്ട് അല്ലെങ്കിൽ അനാർ ചെടീനെ കുറിച്ച് ആദ്യം പറയാം. ഈ അനാർ ചെടി നമ്മൾ സാധാരണ പറയണ അനാർ അല്ലെങ്കിൽ പോം ഗ്രനേറ്റ്, മാതള നാരങ്ങ. അതിൻ്റെ സയൻറ്റിഫിക് നെയിം പ്യൂണിക്ക ഗ്രനേറ്റം. ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ അനാറിന് കണ്ടവാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണെങ്കിൽ സി കണ്ടൻറ്റ് വളരെ കൂടുതലാണ്, വിറ്റാമിൻ സി. 2, ഇതിൽ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യും. 3, ഇത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഈ അനാർ ഫ്രൂട്ടിന്. ഇനി ഞാനൊരു അനാർ ഫ്രൂട്ട് മുറിക്കുകയാണ് കേട്ടോ. മുറിച്ചു. ഇതാണ് അനാർ ഫ്രൂട്ട്. അതിൻ്റെ ഉൾഭാഗം കണ്ടു. ഇതിൽ നമ്മൾ കഴിക്കണ ഭാഗം ശരിക്കും അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കഴിക്കണ ഭാഗം. ശരിക്കും ഇതിൻ്റെ എന്താ കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡുണ്ട്. ഈ സീഡിനെ ചുറ്റിക്കൊണ്ട് 2 കവറിങ് ഉണ്ട്. അതിനെ പറയും ടെസ്റ്റയും ടെഗ്മനും. അതിൽ ഈ അനാറിൻ്റെ ടെസ്റ്റ, സീഡിനെ കവർ ചെയ്തിട്ടുള്ള ഔട്ടർ കവറിങ് ആയിട്ടുള്ള ടെസ്റ്റാണ്. അത് കുറച്ച് ജ്യൂസി ആവും, കുറച്ച് അസിഡിക് നേച്ചറാവും. അപ്പോൾ അതാണ് ശരിക്കും ഈ അനാർ നമ്മൾ കഴിക്കുന്ന സാധനത്തിന് ഈ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ജ്യൂസി അസിഡിക് ടെസ്റ്റാണ്. അതാണ് അനാറിൻ്റെ എഡിബിൾ പാർട്ട്. പക്ഷെ അവിടെ നമ്മളൊരു കാര്യം ഓർക്കുക, എന്തും അധികമായ വിഷം തന്നെയാണ്. അതൊന്ന് മനസ്സിൽ വയ്ക്കുക എന്ത് കഴിക്കുമ്പോഴും. ഇനി ഈ അസിഡിക് നേച്ചർ ഈ ടെസ്റ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അസിഡിറ്റി പ്രോബ്ലം ഉള്ളവർക്ക് രാത്രി സമയങ്ങളിൽ ഇത് അവോയ്ഡ് ചെയ്യാണ് നല്ലതെന്ന് പറയാറുണ്ട്. അപ്പോൾ അനാറിനെ കുറിച്ചൊന്ന് പറഞ്ഞൊന്ന് മാത്രം. അതിൻ്റെ ന്യൂട്രിയൻ കണ്ടൻറ്റും അതിൻ്റെ എന്താണ് ഫ്രൂട്ടും എന്താണ് നമ്മൾ കഴിക്കണമെന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.